കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. വാട്സപ്പ് നമ്പർ +91 79 94 97 14 19. ഒരു വട്ടം വിളിക്കാനുള്ള കൺസൾട്ടേഷൻ ഫീസ് 500 രൂപ ഗൂഗിൾ പേ ചെയ്യാം. ഇന്ന് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് IPC 498A ബന്ധപ്പെട്ട് വന്നിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഹൈക്കോടതി വിധിയെ കുറിച്ചിട്ടാണ്. ഈ വിധിയിൽ കല്യാണം കഴിഞ്ഞ് വന്ന സമയത്ത് ഈ പെൺകുട്ടി എന്ത് ചെയ്യുന്നു, കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവർക്കിടയിൽ ഫാമിലി ഇഷ്യൂസ് ഉണ്ടാകുന്നു. ആ ഫാമിലി ഇഷ്യൂസിൻ്റെ അടിസ്ഥാനത്തിൽ ഭർത്താവിൻ്റെ വീട്ടുകാരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് IPC 498 പ്രകാരം കേസ് ഫയൽ ചെയ്യാണ് ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ ഫയൽ ചെയ്തപ്പോൾ ഈ പെൺകുട്ടി ഭർത്താവിൻ്റെ കുടുംബത്തിലുള്ള ഒരു പെൺകുട്ടിയെയും കൂടി ഈ കേസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഉൾപ്പെടുത്താനായിട്ടുള്ള കാരണമായിട്ട് പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പെൺകുട്ടിയുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനിൽ അല്ലെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ വാലിഡിറ്റിയെ കുറിച്ചിട്ട് ഭർത്താവിൻ്റെ ബന്ധുവായിട്ടുള്ള ഈ പെൺകുട്ടി സംശയം പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. കൂടാതെ ഈ പെൺകുട്ടീനെ ബോഡി ഷെയ്മിങ് നടത്തുകയും ചെയ്തു എന്നാണ് പറയുന്നത്. ബോഡി ഷെയ്മിങ് എന്ന് പറയുമ്പോൾ പെൺകുട്ടി വളരെയധികം തടിച്ചതാണ്, രൂപം കാണാൻ ഭംഗിയില്ല, നിറം കുറവുണ്ട്, അങ്ങനെയുള്ള പല ആ കുട്ടിയുടെ ശരീരത്തെ കുറിച്ചിട്ട് അങ്ങനെ മോശമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഭർത്താവിൻ്റെ കുടുംബത്തിലുള്ള ഈ പെൺകുട്ടി പറഞ്ഞു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് എന്ന് പറയുന്നത് ഒരു മെൻ്റൽ ക്രൂവാലിറ്റി ആയി കണക്കാക്കിക്കൊണ്ടാണ് ഭാര്യ എന്ത് ചെയ്തേക്കുന്നത്, ഇവർക്കെതിരെ IPC 498 പ്രകാരം കേസ് ഫയൽ ചെയ്തേക്കുന്നത്. അപ്പോൾ പെൺകുട്ടി എന്ത് ചെയ്തു, ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും സത്യമല്ല എന്ന് പറഞ്ഞുകൊണ്ട് കോടതിയിൽ ചെല്ലുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ കേസിൽ നിന്നും ഒഴിവാക്കുവാനായിട്ട് കോടതിയിൽ എന്ത് ചെയ്തു, അപേക്ഷ കൊടുക്കുകയും ചെയ്തു. പക്ഷേ ഇങ്ങനെ ബോഡി ഷെയ്മിങ് നടത്തി എന്നുള്ളതിൻ്റെ തെളിവുള്ളത് കൊണ്ട് ആ ഒരു അപേക്ഷ കോടതി അംഗീകരിച്ചില്ല എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. അപ്പോൾ ഇതിൻ്റെ തിയറി എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിലേക്ക് കയറി വരുന്ന ആ ഒരു വ്യക്തിയെ കുറിച്ചിട്ട് വ്യക്തമായിട്ടുള്ള അല്ലെങ്കിൽ നല്ല ഒരു അഭിപ്രായമില്ല എന്നുണ്ടെങ്കിൽ ഈ അഭിപ്രായങ്ങൾ നിങ്ങൾ ഒരു കാരണവശാലും മൊബൈൽ ഫോൺ വഴി ഓഡിയോ ആയിട്ടോ വീഡിയോ കോൾ വഴിയോ അല്ലെങ്കിൽ വാട്സപ്പ് ചാറ്റ് വഴിയോ ഇമെയിൽ വഴിയോ അല്ലെങ്കിൽ ലെറ്റർ വഴിയോ ചെയ്യാതെ നോക്കുക. കാരണം അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ എന്താണ്, ഇലക്ട്രോണിക് എവിഡൻസ് ആയിട്ട് കോടതി പരിഗണിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതുപോലെയുള്ള നൂലാമാലകളിലേക്ക് നമ്മൾ പെട്ടുപോവുകയും ചെയ്യും. സംഭവം അങ്ങനെ ശരീരത്തെ കുറിച്ചിട്ട് ഒരാളങ്ങനെ പറയുമ്പോഴേക്കും ഒരു പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഒന്നും കൊണ്ടുവരേണ്ട ആവശ്യമില്ല. എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ ഇപ്പോൾ തടിയുണ്ട് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഓൾട്ടർനേറ്റീവായിട്ട് മാർഗ്ഗങ്ങളുണ്ട്. ജിമ്മിൽ പോകാം, ജിമ്മിൽ പോയി തടി കുറയ്ക്കാം. ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടെങ്കിൽ അത് കുറയ്ക്കാം. അതൊക്കെ ഒരു പോസിറ്റീവ് ക്രിറ്റിസിസം ആയിട്ട് കണക്കാക്കുകയാണ് ശരിക്കും വേണ്ടത്. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ അതിനൊന്നും ആരും തയ്യാറല്ല. എന്തെങ്കിലും പറഞ്ഞാൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ കേസിന് പോവുക എന്ന് പറയുന്ന ഒരു മെൻറ്റാലിറ്റിയാണ് കണ്ടുവരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള അഭിപ്രായങ്ങൾ പറയാനുണ്ടെങ്കിൽ ഇതുപോലെയുള്ള എവിഡൻസുകളായിട്ട് മാറാത്ത രീതിയിൽ കാര്യങ്ങൾ പറയുവാനായിട്ട് ശ്രമിക്കുക. ക്ലിയർ ആയില്ലേ? അല്ലെങ്കിൽ ഇതുപോലുള്ള കേസുകളിലൊക്കെ പെടുവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ, പ്രത്യേകിച്ചും ഭർത്താവിൻ്റെ വീട്ടുകാർക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ചാനലിലേക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ആ ബെൽ ബട്ടണും എനേബിൾ ചെയ്യാം. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.